ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അഞ്ജന സുഷൻ. ഇന്ന് നമ്മളൊരു കൂട്ടുകറിയാണ് കേട്ടോ തയ്യാറാക്കാൻ പോകുന്നത്. മത്തനും കടലയും വെച്ചിട്ടാണ് ഈ കൂട്ടുകറി തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 കപ്പ് കടല തലേദിവസം വെള്ളത്തിൽ കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കടല 4-5 വിസിലിൽ നമ്മൾ കുക്കറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അതിലേക്ക് കഷ്ണം മത്തൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞതും, ആവശ്യത്തിന് വേണ്ട ഉപ്പുപൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 4-5 പച്ചമുളകും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. മത്തനിട്ട ശേഷം നമുക്കത് 1 വിസിലിൽ വേവിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ വറുത്തിടണം. അതിന് വേണ്ടിയിട്ട് 1 മുറി തേങ്ങ, ആവശ്യത്തിന് വേണ്ട കറിവേപ്പിലയും, 1 ടീസ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ച് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മത്തനിലേക്കും കടലിലേക്കും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക കേട്ടോ. മിക്സ് ചെയ്ത ശേഷം നമ്മൾ ഇതൊരു 5 മിനിറ്റ് ഒന്നും കൂടി ഒന്ന് ചെറുതീയിൽ ചൂടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിലുള്ള പൊടികളും എല്ലാം ഇതിലേക്ക് നന്നായിട്ടൊന്ന് യോജിച്ച് വന്നോളും. അപ്പോൾ നമ്മളെ കൂട്ടുകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി വറവിട്ട് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് വേണ്ട വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായ ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കൂട്ടുകറിയാണിത്. എല്ലാവരും എന്തായാലും വീട്ടിൽ തയ്യാറാക്കി നോക്കാം. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി പുതിയൊരു വിഭവമായിട്ട് വീണ്ടും കാണാം.